ഷവോമിയുടെ MI11 Ultra എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സുമായിട്ട് വരുന്നൊരു ഫോണാണ് MI11 Ultra. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI11 Ultra എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ MI11 Ultra'യിൽ 6.81 ഇഞ്ചിൻ്റെ wqhd+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള E4 സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 10 ബിറ്റ് കളർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 1 ബില്യൺ കളർ വരെ സപ്പോർട്ട് ചെയ്യും. ഡിസ്പ്ലേയിൽ HDR10+, അതുപോലെ തന്നെ ഡോൾബി വിഷൻ എന്നീ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4 സ്റ്റെപ്പ് അഡാപ്റ്റീവ് സിങ്ക് ടെക്നോളജി എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടൻസിനനുസരിച്ചിട്ട് ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് 30, 60, 90, 120 ഹെർട്സ് എന്നിങ്ങനെയായിട്ട് ചേഞ്ച് ആവും. പിന്നെ ഈ ഫോണിൽ 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഡിസ്പ്ലേയുടെ 4 ഭാഗത്തും കർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1700 നിറ്റ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 360 ആംബിയൻ ലൈറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ക്യാമറയുടെ അടുത്തായിട്ട് 1.1 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് ഫോട്ടോ ഫ്രെയിം വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പിന്നെ ഈ ഫോണിന് ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ സെറാമിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെറാമിക് വൈറ്റും അതുപോലെ തന്നെ സെറാമിക് ബ്ലാക്കും. ഈ ഫോണിൽ IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 234 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ തിക്നെസ് വരുന്നത് 8.38 mm ആണ്. തിക്നെസ് കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വെയിറ്റ് കൂടുതലാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 13ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 12 GB റാമാണ് വരുന്നത്. 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിൽ ഹൈറസ് ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.95 വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GN2ൻ്റെ സെൻസറാണ്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.12 ഇഞ്ചാണ്. പിന്നെ ഈ ഒരു സെൻസറിൽ ഡ്യുവൽ പിക്സൽ പ്രോ എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് 48 മെഗാപിക്സലിൻ്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. ഇത് സോണി IMX586ൻ്റെ സെൻസറാണ്. പിന്നെ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 128 ഡിഗ്രിയാണ്. പിന്നെ ഈ ഫോണിൽ മൂന്നാമത് 48 മെഗാപിക്സലിലെ ഒരു ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. ഇതും സോണി IMX586ൻ്റെ സെൻസറാണ്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 120x സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ OISഉം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ TOF ഫ്ലിക്കർ സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ സെൻസറിൽ 8K HDR വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൻ്റെ 3 ക്യാമറ സെൻസേഴ്സ് വെച്ചിട്ടും 8K ക്വാളിറ്റിയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ മൾട്ടി ക്യാം വ്യൂ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഒരേ സമയം 2 ക്യാമറ സെൻസറൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ f2.3 വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ DxO മാർക്കിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് MI11 Ultra'ക്കാണ്. അതായത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ ഫോൺ MI11 Ultra'യാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സർട്ടിഫിക്കേഷൻ ഇഷ്യൂസൊക്കെ കാരണം ഈ ഫോണിൻ്റെ ബോക്സിൽ 67 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടില്ല.
പകരം 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഫോണിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 67 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 5 വാട്ടിൻ്റെ വയേർഡ് റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 69,999 രൂപയാണ്. ഈ ഫോൺ എന്നു മുതൽ ലഭിച്ചു തുടങ്ങുന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഷവോമി അനൗൺസ് ചെയ്തിട്ടില്ല. അത് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് MI 11 അൾട്രയിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. പിന്നെ വളരെ നല്ലൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സുമായിട്ട് വരുന്നൊരു ഫോണാണ് MI 11 അൾട്ര എന്ന ഫോണ്. പിന്നെ 70,000 എന്നുള്ള പ്രൈസിങ് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.